നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 3 പീടികയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയുടെ ഉദ്ഘാടനം അന്തിക്കാട് നടന്നു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിപാടി ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത 66 3 പീടികയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. ഡ്രൈവർ ചാവക്കാട് അകലാട് സ്വദേശി വെണ്ടാട്ടിൽ റഫീഖ്, മണത്തല സ്വദേശി റജബ് മൻസിലിൽ ഫർഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടികയിലെ ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെ 3 പീടിക സെന്ററിന് തെക്ക് ഭാഗത്താണ് അപകടമുണ്ടായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ചാവക്കാട്ടേക്ക് പോയിരുന്ന കാറും സവാള കയറ്റി എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയുടെ ഉദ്ഘാടനം അന്തിക്കാട് ചടയം മുറിയിൽ നടന്നു. പതാക ജാഥ ക്യാപ്റ്റനും CPI സംസ്ഥാന കൗൺസിൽ അംഗവുമായ KP സന്ദീപിന് പതാക കൈമാറിക്കൊണ്ട് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA, KK രാജേന്ദ്രബാബു, മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, കൺവീനർ TM സലീഷ്, ട്രഷറർ VS ഷിബിൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ KP സന്ദീപ്, വൈസ് ക്യാപ്റ്റൻ ഷീന പറയങ്ങാട്ടിൽ, മാനേജർ CR മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇന്നലെ ഇന്ത്യ മുഴുവൻ നടന്നിട്ടുള്ള ഐതിഹാസികമായ പണിമുടക്ക് സമരത്തിൽ 25 കോടിയോളം തൊഴിലാളികൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പത്രം വായിച്ചു നോക്കിയാൽ തോന്നുക കേരളത്തിൽ മാത്രമാണ് ബന്ദ് നടന്നതെന്ന്, പണിമുടക്ക് നടന്നതെന്നാണ്. നമ്മൾ ബന്ധല്ല നടത്തിയത്. അത് ഈ പത്രമാധ്യമങ്ങൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, നമ്മൾ ബന്ദ് നടത്തിയ പരിപാടിയല്ല, അത് പണിമുടക്കാണ്. അവരുടെ പണിശാലകളിലും ഫാക്ടറികളിലും ഒക്കെയുള്ള തൊഴിലാളികൾ കഴിഞ്ഞ 1 വർഷക്കാലമായി നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ പരിസമാപ്തിയായിട്ടാണ് കേന്ദ്ര BJP ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി. അതെന്താണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇന്ന് പണിയെടുക്കുന്നവരെല്ലാം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉല്ലാസം എന്നൊക്കെ പറയുന്ന ലോകോത്തരമായ തൊഴിലാളി അവകാശങ്ങളൊക്കെ ഹനിക്കപ്പെടുന്ന തൊഴിലാളികളെ അടിമകളെ പോലെ അവരുടെ എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ ഉതകും തരത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യ ഗവൺമെന്റ്, BJP ഗവൺമെന്റ് ലേബർ കോഡ് വഴി നടപ്പാക്കാൻ പോവാണ്. അതുൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് INTUC അടക്കമുള്ള, ഞാൻ INTUCയുടെ പേര് പറഞ്ഞത്, എല്ലാ സംഘടനകളും 12 ട്രേഡ് യൂണിയൻ സംഘടനകൾ ചേർന്നുകൊണ്ട് നടത്തിയ ആ സമരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്. പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കുക, വീട്ടമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് സർക്കാർ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് വൻ ചികിത്സാ ചെലവുകൾ സാധിക്കാൻ വയ്യാതെ, പോകാൻ കഴിയാതെ ഇരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഉമ്മൻചാണ്ടി സർക്കാർ ഇതുപോലെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ ജനറൽ ആശുപത്രിയിലേക്കും പ്രത്യേകം പരിഗണന കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം അവർക്ക് ആവശ്യമായ രീതിയിൽ നൽകുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ പിണറായി വിജയൻ വന്നപ്പോഴാണ്
ഈ കേരളത്തിലെ ആശുപത്രികൾക്ക് ഇത്രയ്ക്കധികം ദുർഗതി നേരിടേണ്ടി വന്നത്? ആശുപത്രികൾ ദുർഗതി നേരിടേണ്ടി വരുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന സാധാരണക്കാരായ ആളുകൾക്കാണ് ബുദ്ധിമുട്ട് നേരിടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനൊരു അസുഖം വന്നപ്പോൾ, അസുഖം ആർക്കും വരാം, ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ സാധാരണക്കാരന് കിട്ടാത്ത ചികിത്സ, സാധാരണക്കാരന് സർക്കാർ ആശുപത്രിയിൽ കിട്ടാത്ത ചികിത്സ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വെന്റിലേറ്ററിൽ അപകടാവസ്ഥയിൽ തുടരുമ്പോൾ ഈ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് തന്റെ ചികിത്സ ഉറപ്പുവരുത്തിക്കൊണ്ട് കടന്നു കളഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, കേരളത്തിൽ നിന്നാൽ ഇവിടെ കൃത്യമായ ചികിത്സ തന്റെ സർക്കാരിന് കീഴിലുള്ള ആശുപത്രിയിൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി. ഇതാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ജില്ലാ സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ, CM നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, കോൺഗ്രസ് നേതാക്കളായ CV വികാസ്, സന്തോഷ് മാസ്റ്റർ, PS സുൾഫിക്കർ, PM സിദ്ദീഖ്, K രാജീവ്, ചന്ദ്രൻ താന്യം, ഷൈൻ പള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ആരോഗ്യമേഖല ദശാബ്ദങ്ങളായി കൈവരിച്ച നേട്ടങ്ങൾ കഴിഞ്ഞ 4.5 വർഷത്തെ വീണ ജോർജിന്റെ ഭരണത്തിൽ വെന്റിലേറ്ററിലായെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു മാർച്ച്. DCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ കേരളത്തെ മുച്ചൂട് മുടിക്കുന്ന കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമാണ്, കനത്ത പ്രതികരണങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം അതിവേഗം ഉച്ചത്തിൽ ഉയർന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കുറ്റിലക്കടവ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള പ്രതിഷേധ മാർച്ച്. ആളെ കൊല്ലുന്ന ആരോഗ്യമന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളത്. ജനങ്ങളെയാകെ കൊല്ലാക്കൊല ചെയ്യുന്ന ആരോഗ്യ വകുപ്പാണ് ഇന്ന് നമുക്കുള്ളത്. കേരളത്തെ ഒന്നടങ്കം കൊള്ളയടിക്കുന്ന സർക്കാരല്ലത് കൊള്ളക്കാരാണ് ഇന്ന് നിർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറിമാരായ CC ബാബുരാജ്, CS രവീന്ദ്രൻ, നേതാക്കളായ മണി കാവുങ്ങൽ, KK കുട്ടൻ, TK പ്രകാശൻ, സുധാകരൻ മണപ്പാട്ട്, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, ശോഭന രവി, ബീന സുരേന്ദ്രൻ, PM സലീം, ഡേവിസ് മാളിയേക്കൽ, ഉമറുൽ ഫാറൂഖ്, PS ഷാഹിർ, ഷീല വിശ്വംഭരൻ, PA അഫ്സൽ, KB അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. A പത്മനാഭൻ 1ാം ചരമവാർഷിക ദിനം വാടനപ്പള്ളിയിൽ KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KC സുധ അധ്യക്ഷത വഹിച്ചു. KK അനിൽകുമാർ, ശാന്തി ബാസി, പ്രമീള ബൈജു, യൂസഫ് AA, സീന ഹരിദാസ്, CV ജയൻ, AI മുഹമ്മദ്, CS ശുഭ എന്നിവർ പങ്കെടുത്തു. KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു A പത്മനാഭൻ. ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ 21 മാസം ഭീകരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വിയൂർ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഏങ്ങണ്ടിയൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗം ചേർന്നു. സ്കൂൾ മാനേജർ ഫാദർ സജു വടക്കേത്തല യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിന്ധു അനിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ലഹരിക്ക് കുട്ടികൾ അടിമപ്പെടുന്നതിന്റെ കാരണങ്ങളും ലഹരി ഉപയോഗത്തിൽ ഉൾപ്പെടാതിരിക്കാനുള്ള വിവിധ മാർഗങ്ങളും ലഹരിക്ക് അടിമയായവർക്ക് രക്ഷപ്പെടാനുള്ള വഴികളും ക്ലാസ്സിലൂടെ വ്യക്തമാക്കി. വായനവാരം, ബഷീർ ദിനം, അമ്മ വായന എന്നിവയിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹെഡ് മിസ്ട്രസ് സീജ ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി CF ഫെമി, സ്റ്റാഫ് പ്രതിനിധി ഡാനിയേൽ ആന്റണി, ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ PTA ഭാരവാഹികളായി പ്രസിഡന്റ് സിന്ധു അനിൽ, വൈസ് പ്രസിഡന്റ് ആൻസി ടിറ്റോ, മദർ PTA അനീഷ പ്രദീപ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഇടവേള.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. CPM മണലൂർ പഞ്ചായത്ത് ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ ശില്പശാല CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. VV പ്രഭാത അധ്യക്ഷനായി. KV ഡേവിസ്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VV സജീന്ദ്രൻ, പാർട്ടി ഏരിയ സെക്രട്ടറി PA രമേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ദിവസങ്ങൾ മുമ്പ് അതിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പ്രധാനമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അതിനു മുന്നൊരു യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരിക്കലും എത്തിയിട്ടില്ല. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയിലാണ് പഹൽഗാമിൽ വിനോദയാത്രയ്ക്ക് പോയ 26 ആളുകൾ, മലയാളി അടക്കമുള്ള ആളുകൾ ഭീകരവാദിയാൽ കൊല ചെയ്യപ്പെടുന്നു. അപ്പം ഭീകരവാദ പ്രവർത്തനം രാജ്യത്ത് തടയാൻ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾക്കായിട്ടില്ല എന്ന വസ്തുതാപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലയൺസ് ക്ലബ് ചന്ദ്രാപിന്നി ലെജൻസിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില നിർവഹിച്ചു. ചന്ദ്രാപിന്നി ഐറിസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ തൃപ്രയാർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് RIM സക്കറിയ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് പുതിയ മെമ്പർമാരെ പരിചയപ്പെടുത്തി. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക് മെമ്പർമാരെ സ്ഥാനാരോഹണം നടത്തി. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ PA തോമാച്ചൻ മെമ്പർമാരുടെ ഇൻസ്റ്റലേഷൻ നടത്തി. റീജിയണൽ ചെയർപേഴ്സൺ PA പ്രസന്നൻ, സോൺ ചെയർപേഴ്സൺമാരായ വ്യാസ ബാബു, AV ജോസഫ്, സെക്രട്ടറി ഷാജി ചാലിശ്ശേരി, ക്ലബ് പ്രസിഡന്റ് UU രവീന്ദ്രൻ, സെക്രട്ടറി KS മനോജ്, ട്രഷറർ പ്രവീൺ വിളമ്പത്ത്, ബിജു പുറത്തൂർ, വിമൽ വേണു, രശ്മി കണ്ണൻ, ANG ജെയ്ക്കോ മാസ്റ്റർ, EP തോമസ്, മുഹമ്മദ് ഹുസൈൻ, ജോസ് താടിക്കാരൻ, സീമ സക്കറിയ, രാധാകൃഷ്ണൻ പാതാട്ട്, ജോഷി കോഴിപ്പറമ്പിൽ, റഷീദ് വീരാസൻ എന്നിവർ സംസാരിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ചാർട്ടർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സൂരജ് വേളയിൽ, കാർത്തികേയൻ കുന്നുങ്ങൽ, ആശ രാധാകൃഷ്ണൻ എന്നിവർ ചന്ദ്രാപിന്നി ലെജൻഡ്സ് ക്ലബിന്റെ ഫ്ലാഗ് പ്രസന്റേഷൻ നടത്തി. മീഡിയ കോർഡിനേറ്റർ വിഷ്ണു നമ്പൂതിരിയെ യോഗം ആദരിച്ചു. 15 ലക്ഷം എന്ന് പറയുന്ന ആ വലിയ സംഖ്യയിലേക്ക് നമ്മുടെ അംഗങ്ങളെ കൊണ്ടുപോകുക എന്ന വലിയൊരു ദൗത്യം, 1.5 മിഷൻ, അതിൻ്റെ വലിയ ഒരു കർത്തവ്യമാണ് ഈ വർഷം നടത്താൻ പോകുന്നത്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തുകൊണ്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഈ വർഷം 1750ഓളം പേരെയാണ് നമ്മൾ പുതിയതായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർത്തത്. 1750 പേരെ നമ്മൾ ഈ പ്രസ്ഥാനം. എങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഗുരുപൂർണിമ മഹോത്സവമായ ജ്യോതിർഗാമിയുടെ ഉദ്ഘാടനം നടന്നു. പ്രശസ്ത കവിയും തത്വചിന്തകനും സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായ KK വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ PS രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KK വേണുഗോപാലൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു C, സ്കൂൾ അക്കാദമിക് ഡയറക്ടർ TR വിജയം, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, സ്കൂൾ PTA പ്രസിഡന്റ് ശരൺ, സ്കൂൾ മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ, സ്കൂൾ കൾച്ചറൽ കൺവീനർ KB സ്വാതി എന്നിവർ സംസാരിച്ചു. ഇത്രമാത്രം ക്ലീൻ ഇമേജും ഇത്രമാത്രം പ്രവർത്തന സാധ്യതയും ആത്മാർത്ഥതയുമുള്ള ഒരു വ്യക്തി ഈ സ്കൂളിൽ വിട്ടുകെട്ടുള്ളത് ദൈവനിശ്ചയമാണ്, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് രാമചന്ദ്ര സ്വാമി
പൂർണ്ണമായ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. പിന്നെ ഗുരുപൂർണിമ എന്ന വാക്കിൻ്റെ അർത്ഥം ചുറ്റി പറഞ്ഞാൽ ഗുരുവിനെ വന്ദിക്കുക എന്നുള്ളത് തന്നെയാണ്. വ്യാസ മഹർഷിയുടെ ജന്മദിനമായി ആരാധിക്കപ്പെടുന്നു എങ്കിൽ നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഗുരുവിൽ നമ്മൾ കാണാതെ പോകരുത്. കുട്ടികളുടെ ഏറ്റവും അടുത്ത ഗുരു അവർ ടീച്ചറാണ്. ടീച്ചേഴ്സ് എന്തൊക്കെ പറഞ്ഞു തരുന്നുള്ളൂ, എന്തൊക്കെ പഠിപ്പിക്കുന്നുള്ളൂ, അത് ശ്രദ്ധാപൂർവ്വം കേൾക്കി ഉൾക്കൊള്ളുകയും ഒരിക്കലും തർക്കത്തിനോ ആർഗ്യുമെന്റിനോ പോകുന്നത് കേൾക്കുകയും സംശയങ്ങൾ വിനീതമായി വളരെ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് വിഭജനം സംബന്ധിച്ച് മുസ്ലിം ലീഗ് നൽകിയ ഹർജി ഹൈക്കോടതി ജൂലൈ 14 പരിഗണിക്കുമെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA സിദ്ദീഖുൽ അക്ബർ എന്നിവർ പറഞ്ഞു. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട അന്തിമ ഉത്തരവിനെതിരെയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. വിഭജന പ്രക്രിയ സ്വജനപക്ഷപാതം നിറഞ്ഞതും അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിന്റെ ഹർജിയെന്ന് നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷെരീഫ്, വൈസ് പ്രസിഡന്റ് AA ഷാഹുൽ ഹമീദ്, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി VM മുഹമ്മദ് സമാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ അശോകൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ AY ഹർഷാദ്, രജനി കൃഷ്ണാനന്ദ്, PA മുഹമ്മദ് ഹാജി, താഹിറ സാദിഖ്, AS മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. നിലവിൽ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ അവർ ചെയ്തു വെച്ചത് കൃത്യമായി അതിർത്തികളോ റോഡുകളോ നിശ്ചയിക്കാതെ BJPക്കും CPMനും ദേശീയ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി BJP CPM മാത്രം ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മതി എന്ന സാഹചര്യം ഒരുക്കുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പല പഞ്ചായത്തുകളിലുണ്ടെങ്കിലും വാടാനപ്പള്ളി പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ഒരു നിലകളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാന ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മൾ പരാതി ഫയൽ ചെയ്യുകയും അതിൻ്റെ തുടർ നടപടിക്കായിട്ട് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിനും ഇലക്ഷൻ കമ്മീഷനും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കളക്ടർക്കും ഇതിൻ്റെ മറുപടി സമർപ്പിക്കാൻ വേണ്ടി ഈ മാസം 14-ാം തീയതി, ജൂലൈ 14-ാം തീയതി വീണ്ടും ഹിയറിംഗ് വെച്ചിരിക്കുകയാണ്. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്.
ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ ഇലക്ഷൻ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിപാടി ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു. ഡെപ്യൂട്ടി കളക്ടറും നാട്ടിക ഒല്ലൂർ LR-മായ MC ജ്യോതി ഉദ്ഘാടനം ചെയ്തു. തഹസിൽദാർ നിഷ ആർ ദാസ്, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ PD ഷാജു, സുഭാഷ്, MB ബിനോയ് എന്നിവർ ക്ലാസ് എടുത്തു. ജനാധിപത്യം, ഭരണഘടന, വോട്ടർ പട്ടിക ശുദ്ധീകരണം, BLO ആപ്പ് മുഖേനയുള്ള സേവനങ്ങൾ, വർഷത്തിൽ 4 തവണയുള്ള പേര് ചേർക്കൽ, ഫോട്ടോ പുതുക്കൽ, തെറ്റുതിരുത്തൽ, മരണപ്പെട്ടവരെ ഒഴിവാക്കൽ, സ്ഥലം മാറിപ്പോയവരെ ഒഴിവാക്കൽ, വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പുവരുത്തൽ, ആധാർ ലിങ്ക്, പ്രവാസി വോട്ട് എന്നീ സേവനങ്ങൾ ആപ്പ് മുഖേന ചെയ്യാൻ കഴിയും. ഞാൻ ഒരിക്കൽ എൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരു ചേച്ചിയോട് ചോദിച്ചു, വോട്ടർ പട്ടികയിൽ തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ വോട്ടർ പട്ടികയിൽ ഭർത്താവിന്റെ പേരുള്ള സ്ഥലത്ത് എന്താണ് പിതാവിന്റെ പേരാണ്. വെറുതെ സൂക്ഷിച്ചു നോക്കി, അല്ലാന്ന് വല്ലതും പറയാനില്ല ഇല്ലേ? അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ തിരിച്ചറിയാത്ത കാർഡുകളാണ്. എന്ത് കാർഡുകൾ? പിന്നെ എത്ര BLOമാര് സ്വന്തം ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്തിട്ട് പുതിയ കളർ ഫോട്ടോ ആക്കി മാറ്റി. ഒന്ന് കൈക്കൊണ്ടിരിക്കൂ. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും ആയുഷ്മാൻ ഭാരത് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ്സുമായി ചേർന്ന് അന്തിക്കാട് ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി നിർമ്മിച്ച യോഗ ഹാൾ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, ഡോക്ടർ ജിൻഡോ പെരിങ്ങാടൻ, ജില്ലാ ആയുഷ് മിഷൻ DPM നിഖില നാരായണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, ബ്ലോക്ക് മെമ്പർ അബ്ദുൾ ജലീൽ, പഞ്ചായത്ത് അംഗം അനിത ശശി, സരിത സുരേഷ് എന്നിവർ സംസാരിച്ചു. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേക സ്കീമിലാണ് എല്ലാ സംസ്ഥാനത്ത് തന്നെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഈ ഗുളികകൾ ഡെയിലി ഭക്ഷണത്തിന് മുന്നേ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും അതിനോട് നിഷേധമായ സമീപനമാണ് എടുത്തത്. ഞാനത് കഴിച്ചിരുന്ന ആളാണ്. ഞാനത് കഴിക്കുകയെന്ന് മാത്രമല്ല, ഞാനത് ഒരിക്കലും ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഞാനും എൻ്റെ ഭാര്യയും മോനും എൻ്റെ അമ്മയും കഴിക്കും. അതായത് ഇത് അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത് കൃത്യമായിട്ട് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് മുടക്ക് കൂടാണ്ട് കഴിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എനിക്കത് വന്നില്ല. കാരണം എനിക്കങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൗണ്ടിങ്ങിന് പോകുമ്പോൾ ടെസ്റ്റ് ചെയ്ത് അത് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൗണ്ടിങ്ങിന് അങ്ങോട്ട് കയറ്റുള്ളൂ. ഞാൻ ടെസ്റ്റ് നടത്തി റിസൾട്ട് ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് കൗണ്ടിങ്ങിന് പോയത്. അത് വന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത് അത് കോവിഡിന് മുന്നുള്ള സ്ഥിതി. കോവിഡിന് ശേഷം ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു ചികിത്സാ പദ്ധതി നമ്മൾ ആരംഭിച്ചു ഹോമിയോ മേഖലയിൽ. ഇനി ഡോക്ടർ ദേശീയ മത്സ്യ കർഷക ദിനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തളിക്കുളം ബ്ലോക്ക് തല മത്സ്യ കർഷക ദിനാചരണവും മികച്ച മത്സ്യ കർഷകർക്കായുള്ള അവാർഡ് ദാന ചടങ്ങും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, അക്വാകൾച്ചർ പ്രൊമോട്ടർ കൃഷ്ണ പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് മത്സ്യകൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ചതിന് അവാർഡ് നൽകി. നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ മത്സ്യ കർഷകർക്കായി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ പദ്ധതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അന്നത്തെ കൂട് അതാണ്. പിന്നെ അത് ഗ്രില്ല് രൂപത്തിലേക്ക് വന്ന് കൂട് നമ്മൾ പണിത് അല്ലേ 1.5 മീറ്റർ വിസ്തീർണം വരുന്ന കൂട്, 100 മീറ്ററും ഏറ്റവും വലിയ കൂട് കണക്കുന്ന കൂടില്ലത്. അപ്പൊ കൂടുകൾ കൃത്യമായിട്ട് നമ്മൾ പണിത് നമുക്ക് ആവശ്യത്തിന് വാർത്താ സംവിധാനം നിന്നുണ്ട്. എല്ലാ സഹായങ്ങളും സർക്കാരും പഞ്ചായത്തുകളും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തോടെ വരുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പാട് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും നൽകി.
കൺവെൻഷൻ KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CK മധു അധ്യക്ഷനായി. KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു നവാഗതർക്ക് സ്വീകരണം നൽകി. യൂണിറ്റ് സെക്രട്ടറി MV രാധാകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം റീത്ത, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, നാട്ടിക യൂണിറ്റ് പ്രസിഡന്റ് PR രഘുനാഥ്, KV ജെയിൻ, ED ആശാലത എന്നിവർ സംസാരിച്ചു. തുടർന്ന് വലപ്പാട് ദയ ആശുപത്രിയുമായി സഹകരിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. നമ്മുടെ സംഘടന എന്താണ്? സംഘടന എന്നു മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു? സംഘടനയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ നവാഗതർക്ക് വേണ്ടി നമ്മൾ എത്തിപ്പെട്ട സംഘടന എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മുടെ 34-ാം വർഷത്തിലേക്ക് പ്രവേശിച്ച ഈ സംഘടന, അപ്പോൾ 34-ാം വർഷത്തെ പ്രഥമ നമ്മുടെ യോഗമാണ് ഈ യൂണിറ്റ് കൺവെൻഷൻ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് 129 യൂണിറ്റുകളുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 പീടികയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയുടെ ഉദ്ഘാടനം അന്തിക്കാട് നടന്നു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിപാടി ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.